പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ആത്മമിത്രം ഡോക്ടറിനൽ മീഡിയ എന്ന സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമക്കളായ നാം സൂക്ഷിക്കണമെന്ന് തിരുവചനം കർശനമായി നിഷ്കർഷിച്ചിരിക്കുന്ന അനേക പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ മാധ്യമത്തിൽ കൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കൊണ്ട് വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരിമാർക്കും സ്നേഹവന്ദനം. ഇന്നും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചും അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ധന്യമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പാകെ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മത്തായി 6:1 വിവരിപ്പാൻ വളരെ ഉണ്ട്, എങ്കിലും അതിനുള്ള സമയമില്ലല്ലോ. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ രഹസ്യത്തിലായിരിക്കണമെന്ന് നിഷ്കർഷിക്കുകയാണ്. വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുത് എന്ന് പറയുന്നുണ്ട്. കാരണം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. മത്തായി 6:2-4 വരെ. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണം. അതിഭാഷണത്താൽ ഉത്തരം കിട്ടിപ്പോയി എന്ന് അവർ നിരൂപിക്കുന്നു. നാം ജാതികളോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. വാക്യം 7-8. മുമ്പേ നിങ്ങളുടെ പിതാവ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു വച്ചിരിക്കുകയാണ്. സ്വർഗീയ പിതാവ് താൻ വാഗ്ദത്തം ചെയ്തതോ തന്നെ നിവർത്തിക്കുന്നവനാണ്. എല്ലാം അറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പോൾ വേണ്ട സഹായം ചെയ്തു തരുന്നവനാണ്. ആ പിതാവിനെ അനുസരിച്ച് സൂക്ഷിച്ച് നമുക്ക് ജീവിക്കാം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പാകെ വാടിയ മുഖം കാണിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. 6:16. അത് കപടഭക്തിയാണ്. ദൈവം വെറുക്കുന്നതാണ് കപടഭക്തി. വാക്യം 17. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുവാൻ ദൈവകൽപ്പനയനുസരിച്ച് ഏത് കാര്യവും സൂക്ഷ്മതയോടെ ചെയ്യണം. നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. 6:25-27 വരെ. ആകാശത്തിലെ പറവകളെ പോറ്റുന്ന സ്വർഗീയ പിതാവ്, ഭൂമിയിലെ താമരയെ ഉടുപ്പിക്കുന്ന സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടതെല്ലാം അപ്പോൾ തൻ്റെ ഹിതപ്രകാരം നൽകിത്തരും. നാം അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടികളാണല്ലോ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ബിവെയർ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. മത്തായി 7:15. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. മത്തായി 10:17. നമ്മെ സാത്താൻ്റെ വലയിൽ കുടുക്കുവാൻ ദുഷ്ടന്മാരായ മനുഷ്യർ ആടിൻ്റെ വേഷം ധരിച്ച് വരും. സഭകളിലും ദൈവമക്കളുടെ ഇടയിലും നമ്മെ പിന്മാറ്റത്തിലേക്ക് ആനയിക്കുവാൻ ദുഷ്ടന്മാർ ദൈവമക്കളെന്ന വ്യാജേന നുഴഞ്ഞു കയറി ദുരുപദേശത്താൽ അനേകരെ വീഴിക്കും. നാം അവരുടെ വലയിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ വളരെ സൂക്ഷിക്കണം. സങ്കീർത്തനം 1:1. ഇതൊക്കെ വിശദമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, എങ്കിലും അതിനുള്ള സമയം നമുക്കില്ലല്ലോ. പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചു കൊള്ളുവീൻ. മർക്കോസ് 8:15, ലൂക്കോസ് 12:1. ഇത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഈ പുളിച്ചമാവ് ദുരുപദേശമാണ്. ഇവിടെ പുളിച്ചമാവ് അത് നാം ഓർത്തിരിക്കേണ്ടതാണ്. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ. അവരുടെ ദുരുപദേശം സൂക്ഷിക്കുവാനാണ് ദൈവം പറയുന്നത്. മത്തായി 16:6, 16:12. ശാസ്ത്രിമാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. മർക്കോസ് 12:38, 39, 40.
ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞാൽ അവരെ വേഷഭൂഷാദികളാൽ മനുഷ്യൻ്റെ മുമ്പിൽ പ്രശംസയും വന്ദനവുമാണ് ആഗ്രഹിക്കുന്നത്. അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്നവരാണ്. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരുമെന്ന് ദൈവവചനം സ്പഷ്ടമായി പറയുന്നുണ്ട്. അടുത്തത്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ദൂതന്മാർ നല്ല റിപ്പോർട്ടുകളാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളപ്പോൾ ഈ ദുരുപദേശക്കാരുടെ വലയിൽ നാം പെട്ടുപോയാൽ നമ്മെക്കുറിച്ച് എന്ത് റിപ്പോർട്ടാണ് അവിടെ പറയുന്നത്? മത്തായി 18:10-11. അപ്പോൾ പിതാവിന് എല്ലാ റിപ്പോർട്ടും ചെയ്യുന്ന എന്നർത്ഥം. എല്ലാ ദൈവമക്കൾക്കും മക്കളെയും ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിതാവിൻ്റെ ഹിതം ചെയ്ത് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. എളിയവരെ ആദരിക്കുന്ന ദൈവം അവരോട് ചെയ്യുന്നത് പൊറുക്കുകയില്ല, നിശ്ചയം. നമുക്കറിയാം, യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരുവൻ വേഷഭൂഷാദികളോട് വന്നാൽ അവനെ പിടിച്ച് മുമ്പിലിരുത്തുകയും എളിയവനെ ഒന്നുകിൽ എൻ്റെ കാൽപാദത്തിലിരിക്കുക അല്ലെങ്കിൽ പിറകിൽ പോയിരിക്കുക എന്ന് പറയുകയും ചെയ്യുന്ന അതൊന്നും ദൈവം ക്ഷമിക്കുന്നതല്ല. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ലൂക്കോസ് 12:15. ധനത്തിലോ മറ്റ് യാതൊന്നിലും ആശ്രയിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം ധനം കൂട്ടിവെച്ച ഒരു ധനവാന്റെ കാര്യം കർത്താവ് തന്നെ വിശദീകരിക്കുന്നു. അവൻ എല്ലാം സ്വരൂപിച്ചിട്ട് തിന്നുക കുടിക്കുക നാളെ ചാവുമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന അവനോട് പറയുന്നത് മൂഢ എന്നാണ് അവനെ വിളിക്കുന്നത്. മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഒരു സുരക്ഷിതത്വവുമില്ല നമ്മുടെ ജീവിതത്തിൽ. ഇന്നാണോ, ഈ നിമിഷമാണോ, അടുത്ത നിമിഷമാണോ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എത്രമാത്രം സൂക്ഷിക്കണം. ഈ ലോകത്തിൻ്റെ ധനമോ മാനമോ ഒന്നും നമ്മളെ വശീകരിക്കാതിരിപ്പാൻ നാം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം. ദൈവ വിഷയമായി സമ്പന്നനാകുവാൻ കർത്താവ് ഉപദേശിക്കുന്നു. ലൂക്കോസ് 12:16-21 വരെ. ഇത് നമുക്കൊരു ദൂതായിരിക്കട്ടെ, ഒരു മെസ്സേജായിട്ടിരിക്കട്ടെ. പ്രിയ സഹോദരിമാരെ, മേൽ പറഞ്ഞതൊക്കെ നമ്മെ ചിന്തിപ്പിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് സ്വർഗീയ പിതാവിൻ്റെ ചെറുതും വലുതുമായ കൽപ്പനകൾ അനുസരിച്ച് ക്രിസ്തീയ ജീവിതം ധന്യമാക്കാം. അതിന് ദൈവവചന ധ്യാനവും പഠനവും നമുക്ക് ഏറ്റവും ആവശ്യമാണ്. അതിന് ദൈവം സർവ്വകൃപാലുവായ ദൈവം നമുക്ക് ധാരാളം കൃപ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ, ആമേൻ.